എന്നാടാ ഒരു കോളുണ്ട്. കോളോ? ചെക്കൻ കൂട്ടി അറിഞ്ഞിട്ടില്ല, കോഴി വിളിക്കാതെ ആണോ? എന്നാ അവരോട് കേക്കട്ടെ. പ്രിയപ്പെട്ട വി.ഡി. സതീശൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സവിനയം ക്ഷണിക്കുന്നു. എങ്ങോട്ടാണാവോ? ഞാനല്ലേ പോണ്ടത്. നേരിടാൻ തയ്യാറായിട്ട് തന്നെയായി നാടകത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഒരുമാതിരി പല തന്തയ്ക്ക് പറഞ്ഞ പരിപാടി എന്റെ അടുത്ത് കാണിക്കരുത്. സതീശൻ സംസാരിക്കുന്നതിന് മുൻപ് ഷാഫി വിളിക്കാത്തതിൽ DCC സെക്രട്ടറിയോട് വേദിയിൽ വെച്ച് തർക്കിച്ചു. ഒറ്റ വരിയിൽ പ്രസംഗം അവസാനിപ്പിച്ച് ഷാഫി പറഞ്ഞു. ചില പദ്ധതികളൊക്കെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. താമസിയാതെ ആ പദ്ധതികൾ പ്രാബല്യത്തിൽ വരികയും ഞാൻ അവനെ ആ കള്ളനെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യും. ഒരു മിനിറ്റ്, കുറച്ച് തിരക്കണ്ടേ, അതാ. അലിയനെ കെടുത്തോന്ന് ഇപ്പൊ കണ്ട അവനെന്റെ ഫ്രണ്ടാണ്. അതിനെന്താ? അല്ല, ഞങ്ങളിങ്ങനെ തരികിട പരിപാടിയായിട്ട്. എന്റെ മോളോട് ഞാൻ ചെയ്ത തെറ്റിന് എന്ത് പ്രായശ്ചിത്താണ് ഞാൻ ചെയ്യേണ്ടത്? നമ്മുടെ പ്രിയപ്പെട്ട MP ഷാഫി പറമ്പിൽ നിങ്ങളോട് ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ചാനലുകാർക്ക് ഇന്റർവ്യൂ കൊടുത്ത് മടുത്തു, അതുകൊണ്ടാണ് സ്വല്പം വൈകിയത്. ആകെ 3-4 പേരെ എണീറ്റുള്ളൂ. ഹലോ മിസ്റ്റർ സരോജ് കുമാർ. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രസംഗിക്കുന്നവരോട് പറയുന്നു, 100-ൽ കൂടുതൽ എണ്ണുമ്പോ കുറ്റ്യാടി എണ്ണിക്കോളൂ എന്ന് ഈ വേദിയിൽ പറയുന്നു. അഭിവാദ്യങ്ങൾ. ഒരു വിഷയമില്ല. ആരാ പറഞ്ഞത്? സന്തോഷായി, നല്ല സന്തോഷായി. നീ വാ. കാരണം താങ്കളെ കഴുത്തിൽ പിടിച്ച് പുറകിലേക്ക് വലിക്കുന്നു, നിങ്ങൾ തമ്മിൽ കുശുകുശുക്കുന്നു, അങ്ങനെ ഒരു ദൃശ്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. ഞാൻ ഒളിഞ്ഞു നോക്കി മുതലാളിയുടെ മോളുടെ സംഭവങ്ങളെല്ലാം കണ്ടു. നിങ്ങള് തിക്കിനെ സംബന്ധിച്ചും തള്ളിനെ സംബന്ധിച്ചും ഒക്കെ കൊടുത്ത ചില വാർത്തകൾ കണ്ടു. അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ലെങ്കിൽ ദയവായി ഈ തിക്കും തിരക്കിനെ സംബന്ധിച്ച് ഒരു വാർത്ത കൊടുക്കണമെന്ന് പ്രിയപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയുന്നത് അത്രക്ക് നല്ല സ്വഭാവമല്ല.